ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്ത സംഭവത്തിൽ ബിജെപിക്കെതിരെ കത്തോലിക്ക സഭയുടെ മുഖപത്രമായ ദീപികയുടെ മുഖപ്രസംഗം. കന്യാസ്ത്രീകളെയല്ല, മതേതര ഭരണഘടനയാണ് വർഗീയവാദികൾ ബന്ദിയാക്കിയത്. മുൻപും സമാന സംഭവങ്ങൾ ഉണ്ടായപ്പോൾ പോലീസ് കാഴ്ചക്കാരായി നോക്കി നിന്നു. സർക്കാർ സ്ഥാപനങ്ങളിലേക്ക് വർഗീയവൽക്കരണം വ്യാപിക്കുന്നു. മറ്റ് സംസ്ഥാനങ്ങളിൽ കന്യാസ്ത്രീകൾക്ക് കുറ്റപത്രവും കേരളത്തിൽ പ്രശംസാപത്രവും കൊടുക്കുന്ന രാഷ്ട്രീയം മതേതര സമൂഹം തിരിച്ചറിയുന്നുണ്ടെന്നും ദീപിക മുഖപ്രസംഗം. ലിഡിയ ജേക്കബ് വിവരങ്ങൾ നൽകും. ലിഡിയ, എന്താണ് ഈ മുഖപ്രസംഗത്തിന്റെ ഉള്ളടക്കം? അനീഷ, ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്ത സംഭവത്തിലാണ് ദീപിക മുഖപ്രസംഗത്തിന് ഇത്തരത്തിലൊരു വിമർശനം ഉന്നയിച്ചിരിക്കുന്നത്. ബിജെപിക്കെതിരെയാണ് ഇത്തരത്തിലൊരു വിമർശനം. ബജരംഗദൾ പ്രവർത്തകർ ബന്ദികളാക്കിയത് അല്ലെങ്കിൽ അറസ്റ്റ് ചെയ്തത് കന്യാസ്ത്രീകളെയല്ല, മറിച്ച് മതേതര ഭരണഘടനയാണ്. മുൻപും ഇത്തരത്തിൽ സമാന സംഭവങ്ങൾ ഉണ്ടായിരുന്നു. ഈ ഒഡീഷയിൽ ബരാപൂരിനടുത്ത് ഒരു റെയിൽവേ സ്റ്റേഷനിൽ ഇത്തരത്തിൽ മുൻപും കന്യാസ്ത്രീകൾക്കെതിരെ ആക്രമണം ഉണ്ടായി. അതുപോലെ തന്നെ വൈദികരെ അടക്കം ആക്രമിക്കുന്ന സംഭവങ്ങൾ മുൻപും ഇത്തരത്തിൽ ഛത്തീസ്ഗഡിൽ നിന്നും ഒറീസയിൽ നിന്നടക്കം വന്നതാണ്. അത്തരത്തിൽ മുൻപും സമാന സംഭവങ്ങൾ ഉണ്ടായപ്പോൾ പോലീസ് കാഴ്ചക്കാരായി മാത്രമാണ് നോക്കി നിന്നത്. മാത്രമല്ല, ഈ സർക്കാർ സ്ഥാപനങ്ങളിലേക്ക് അടക്കം ഈ വർഗീയവൽക്കരണം വ്യാപിപ്പിക്കുന്നുണ്ടെന്നടക്കമുള്ള വിമർശനം ദീപിക മുഖപ്രസംഗം ഉന്നയിക്കുന്നു. കേരളത്തിലൊഴിച്ച് എല്ലാ സംസ്ഥാനങ്ങളിലും ന്യൂനപക്ഷം അനിശ്ചിതാവസ്ഥയിലാണ്. അതിന്റെ പ്രധാനപ്പെട്ട കാരണം ഈ ബിജെപി തന്നെയാണ് എന്നുമാണ് മുഖപ്രസംഗത്തിൽ പറയുന്നത്. ബിജെപി വിചാരിച്ചാൽ ഇത്തരത്തിൽ ഈ പ്രശ്നത്തെ കളിക്കാൻ സാധിക്കും. പക്ഷേ ലിഡിയ ജേക്കബാണ് വിവരങ്ങൾ നൽകിയത്.